കൂട്ടുകാരെ, ചീര വടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പച്ച ചീരയിൽ വടയുണ്ടാക്കുന്നതാണ്. അതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കടലമാവ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി, സവാള ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ചീരയും ചേർത്ത് കുഴച്ച് എയർ ഫ്രയറിൽ ആണ് ചെയ്യുന്നത്. ഒട്ടും എണ്ണ തൊട്ടിട്ടില്ല. ഇത് എല്ലാവർക്കും കഴിക്കാം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുറച്ച് ഇനി ശക്കൽ ഒരു വശം ഒന്ന് മറിച്ചിടാനുണ്ട്. അന്നേരം ഒന്ന് തുറന്നതാണ്. എല്ലാവരെയും ഒന്ന് കാണിക്കുകയാണ്. മൊത്തം 15 മിനിറ്റ് ആയി വച്ചിട്ട് നമുക്കത് ശരിയായിട്ടുണ്ടോ എന്നൊന്ന് തുറന്നു നോക്കാമേ. ഒരു തുള്ളി എണ്ണ പോലും തൊടാതെ ഉണ്ടാക്കിയ ചീരവടയാണ്. ഓക്കെ. എയർ ഫ്രയറിൽ നിന്ന് ഞാൻ ചീരവട പുറത്തെടുത്തു. ഇതിൽ ആകെ 1 സ്പൂൺ എണ്ണ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അത് എയർ ഫ്രയറിനകത്ത് അതിൻ്റെ ആ പാത്രത്തിനകത്തോട്ട് ചീരവട എല്ലാം നിരത്തിയതിന് ശേഷം 1 സ്പൂൺ ഓയിലെടുത്ത് എല്ലാത്തിനും ഒന്ന് കുടഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഹെൽത്തിയാണ്. ഇതിൽ ചേർന്നിട്ടുള്ള സാധനങ്ങൾ ഹെൽത്തിയാണ്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. ഡ്രാഗൺ ചിക്കനും കൂടി തയ്യാറാക്കി. ചിക്കനിൽ 1 മുട്ട, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക്, ഉപ്പ്, 1 സ്പൂൺ ഓയിലും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് 5 മിനിറ്റ്സ് വച്ചതിന് ശേഷം എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഒരു മിക്സ് കൂട്ടുണ്ടാക്കി. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, കാഷ്യൂ എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിൽ സോയാ സോസ്, ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് അതിൽ ചിക്കനും അതിൽ മിക്സ് ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കി. എൻ്റെ കൊച്ചുമോക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ പുറത്തുനിന്നുള്ള ആഹാരത്തോട് താല്പര്യക്കാരിയാണ്. ഇത് അവൾ ആ സ്റ്റൈലിൽ തന്നെ അത് കഴിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കേ.